അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇത് കഷ്ടകാലാണ് സത്യത്തില്. കണ്ടകത്തിൽ ശനി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അതന്നെയാണ് കറക്റ്റ് പറയുന്നതെന്ന് വിചാരിക്കുന്നു. അതാണ് ഇപ്പൊ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അവസ്ഥ. അതായത് ഇറാനിലേക്ക് ബോംബാക്രമണത്തിന് പോയിട്ടുള്ള ഇവരുടെ F-32, അതേപോലെ തന്നെ F-15, പിന്നെ അതേപോലെ തന്നെ ബോംബർ വിമാനങ്ങള്, ചില വിമാനങ്ങളെ ഈ പേർഷ്യൻ ഗൾഫിന് മുകളിൽ കാണാതായി. ഡ്രോണുകൾ 10-24 ഡ്രോണുകളുടെ ശവപ്പറമ്പായിട്ട് മാറി. ഇറാനിലോട്ട് ആക്രമണം നടത്താൻ എന്തിനൊക്കെ പോയിട്ടുണ്ടോ അന്നൊക്കെ സത്യത്തിൽ ഈ പറയുന്ന വിമാനങ്ങൾക്ക് കഷ്ടകാലാണെന്നാണ്. ഇപ്പോ മറ്റൊരു വീഡിയോയും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിൽ ബോംബാക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന B-52 വിമാനങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഒരു ബോംബർ വിമാനം അതിപ്പോ തകർന്നു വീണിട്ടുണ്ട്. അമേരിക്കയിലെ 8 പേര് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ടേക്ക് ഓഫിന്റെ ഒക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിനുശേഷം അത് അവിടെ കത്തി എരിയുന്ന ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം. മാസീവ് ആയിട്ടുള്ള വിമാനം കേട്ടോ. ഒന്നും ചെയ്യാനില്ല, കത്തി നശിച്ചു. അതായത് കാലിഫോർണിയയിലെ കോൺ കൗണ്ടിയിലുള്ള എഡ്വേർഡ് എയർബേസിൽ നിന്ന് ബോയിങ് B-52 സ്ട്രാറ്റോ ഫോർട്രസ് എന്ന ബോംബർ വിമാനം പറന്നുയർന്ന ഉടനെ തകർന്നു വീഴായിരുന്നു എന്നാണ് വിവരം. അപ്പൊ ഇങ്ങനെ കുറെ വിമാനം തകർന്നു വീഴുന്നു, കുറെ എണ്ണം കാണാതാവുന്നു. അതായത് ഇവരുടെ സ്ട്രാറ്റോ ഫോർട്രസ് വിമാനമാണ് ഇത്. അതായത് ഏകദേശം സാധാരണ കൊമേഴ്ഷ്യൽ വിമാനങ്ങളൊക്കെ ഒരു 30,000-35,000 അടി ഉയരത്തിലൂടെ സഞ്ചരിക്കുമ്പോഴേ ഈ ഒരു വിമാനത്തിന് ഏകദേശം 50,000 അടി ഉയരത്തില് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ശബ്ദത്തിനേക്കാൾ അതിന്റെ പകുതി സ്പീഡില്, അത്രയും സ്പീഡിൽ സഞ്ചരിക്കാനും കൂടെ പറ്റും. കാരണം അത്രയും എഞ്ചിനുകൾ ഉണ്ട് ഈ ഒരു വിമാനത്തിന്. മാത്രമല്ല ഇതിന്റെ ഒരു വിങ് സ്പാൻ എന്ന് പറയുന്നത് മാസീവ് ആണ്. അതേപോലെ തന്നെ ഏകദേശം 1000 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വിമാനം കൂടിയാണ് ഈ പറയുന്ന സ്ട്രാറ്റോ ഫോർട്രസ് എന്ന് പറയുന്ന വിമാനം. മാത്രമല്ല ഏറ്റവും കൂടുതൽ വാർ ഹെഡുകളെ വഹിക്കാൻ ശേഷിയുള്ള മാസീവ് ആയിട്ടുള്ള ബോംബർ വിമാനം കൂടിയാണിത്. അതായത് ഇപ്പൊ ഈ ഒരു F-13, F-15 ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന വെപ്പണുകളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട് ആക്ച്വലി. മാത്രമല്ല അത് സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ, സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇതൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഇറാനൊക്കെ ആക്രമിക്കുന്ന സമയത്തെ സാധാരണ ഈ സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളുടെ അകമ്പടി യഥാർത്ഥത്തിൽ F-15, F-35 വിമാനങ്ങൾക്ക് വേണം. പക്ഷെ ഈ പറയുന്ന ബോയിങ്ങിന്റെ B-52 എന്ന് പറയുന്ന വിമാനത്തിന് അങ്ങനെ ഒരു കപ്പാസിറ്റിയുടെ ആവശ്യം കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് മാക്സിമം എണ്ണ ഇതിന് വഹിക്കാൻ ശേഷിയുണ്ട്. അത് മാത്രമല്ല ഇത്രയും വലിയൊരു വിമാനമാണെങ്കിൽ കൂടെ ആകാശത്ത് വെച്ചിട്ട് തന്നെ ഇതിനകത്തേക്ക് ഈ പറയുന്ന ഇതിന്റെ ഇന്ധനം റീഫിൽ ചെയ്യാനും കൂടെ കപ്പാസിറ്റി ഉള്ള വിമാനമാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന് മുന്നേ ഈ അമേരിക്കൻ നാവിയുടെ ഒരു എന്താ പറയാ ഒരു പരിശീലനത്തിന്റെ സമയത്ത് ഇതേപോലെ തന്നെ ഒരു നേവിയുടെ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചു പറക്കുന്നതിന്റെ ഇടയ്ക്ക്. അത് കൂട്ടിയിടിക്കുകയും ആ കൂട്ടിയിടിച്ചിട്ട് അതിനകത്ത് നിന്ന് പൈലറ്റുമാർ ഈ പറയുന്ന പാരാചൂട്ടില് താഴെ ഇറങ്ങുന്ന വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വിമാനത്തിൽ ആ 8 പേരുണ്ടായിരുന്ന ആ 8 പേരും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഇത് പറന്ന് ഉയർന്ന ഉടനെ തകർന്ന് വീഴായിരുന്നു. ഇത് കത്തിപ്പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ അധികം കൂടുതലാണ്. കാരണം 1950 നിർമ്മിച്ചിട്ടുള്ള പഴയ ടെക്നോളജി ഉള്ള ഒരു വിമാനമാണ് ഇത്. അത് മാത്രമല്ല ഇതില് ഉൾക്കൊള്ളാവുന്ന ഓയിലിന്റെ എണ്ണയുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ മാസീവാ. അപ്പോ പെട്ടെന്ന് ലീക്ക് ഉണ്ടായാൽ തന്നെ കത്തിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ഐഡിയ ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 എഞ്ചിനോളം ഈ ഒരു വിമാനത്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ 6 എഞ്ചിനുകൾക്ക് എണ്ണ ഓയില് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും കപ്പാസിറ്റി എണ്ണയും കൂടെ ഇതിനകത്ത് വേണം. പിന്നെ മാത്രമല്ല വാർ ഹെഡുകളുടെ എണ്ണം ഇതിനകത്ത് വളരെ കൂടുതലാണ്. ഒരുപാട് വാർ ഹെഡുകളെ വഹിച്ചുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള ഒരു വിമാനം കൂടിയാണിത്. ഇപ്പൊ ഇതേപോലത്തെ ഒരു വിമാനം കഴിഞ്ഞ ദിവസം തസ്നിം ന്യൂസ് ഏജൻസി
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോർമൂസിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു റഡാർ ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു വിമാനം വരുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാന്റെ മേലെ മാസീവ് ആയിട്ടുള്ള ബോംബാർഡ്മെന്റ് നടത്താൻ പോവാണെന്നുള്ള ഒരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യയുടെ മുകളിലൂടെ ഇത് വളരെ ഇതിങ്ങനെ താഴ്ന്ന് ഈ ബഹ്റൈന്റെ ബേസിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ന്യൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഈ കരാറിലേക്കൊക്കെ എത്തിയത്. ആ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ബോംബാക്രമണം യഥാർത്ഥത്തിൽ ഇറാന്റെ മേലെ നടത്തിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി അല്ല, റഡാറുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വിമാനം കൂടിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിമാനങ്ങളൊക്കെ അമേരിക്കക്ക് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് അതൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇപ്പൊ പ്രൊഡക്ഷൻ ലൈനിൽ ഇല്ലാത്ത വിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിമാനങ്ങളൊക്കെ. അതേപോലെ തന്നെ സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ, ഇതൊന്നും തന്നെ ഈ പറയുന്ന ഫോർട്രസ് വിമാനങ്ങളും സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളൊന്നും അമേരിക്കൻ എന്താ പറയുക എയർഫോഴ്സിൽ പ്രൊഡക്ഷനിൽ ഇല്ലാത്തതാണ്, പ്രൊഡക്ഷൻ നിർത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കക്ക് അതായത് ബേസിക്കലി അത് നഷ്ടം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോ അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇറാനെ പോയി മാന്തിയതിനു ശേഷം ഇപ്പൊ ഭയങ്കര കഷ്ടകാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലാണ്. അപ്പാഷ ഹെലികോപ്റ്ററാണ് ഇതിന് മുന്നേ അവർക്ക് നഷ്ടപ്പെട്ടത്. അത് താഴേന്ന് വെടിയുണ്ടകൾ പതിച്ചു എന്ന് വിചാരിച്ചാൽ പോലും അതിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കില്ല. ആ രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പാഷെ ഹെലികോപ്റ്റർ. പക്ഷെ എന്ത് പറയാൻ എന്താ, 398 കോടി വിലയുള്ള ഒരു അപ്പാഷെ ഹെലികോപ്റ്ററിനെ 19-20 ലക്ഷം രൂപ വില വരുന്ന ഇറാന്റെ ഒരു ഡ്രോൺ പോയിട്ട് ഇടിച്ചിട്ടാണ് അതിനെ തകർത്ത് വിട്ടത്. പക്ഷെ ആ തകർത്ത സമയത്ത് അതിന്ന് ഈ പറയുന്ന പൈലറ്റുമാര് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ MQ-9 റീപ്പർ ഡ്രോണുകൾ 10-30 റീപ്പർ ഡ്രോണുകൾ ഇറാനില് അവർക്ക് പോയി. അതേപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന അതിന്റെ മുന്നത്തെ വേർഷൻസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കുറെ വിമാനങ്ങൾ ആക്ച്വലി ഈ F-15 പോയിട്ടുണ്ട്, F-35 പോയിട്ടുണ്ട്. F-15 F-35 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലും ഒരു മിസൈലുകൾക്കും കണ്ടെത്താനും പറ്റില്ല, റഡാറുകൾക്കും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് അത്. അതും ഇവർക്ക് പോയി എന്നുള്ളത്. അപ്പോ അമേരിക്കൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പോയി മാന്തിയതിനു ശേഷം സത്യം പറഞ്ഞാൽ കഷ്ടകാലാണെന്നുള്ളതാണ് പറയാനുള്ളത്.